എന്തൊക്കെ ലീക്കായാലും പൊളിച്ചിട്ടുണ്ട്. ജനനായകനല്ല, ജന ടോർച്ചർ എന്ന് വേണം പറയാൻ. കംപ്ലീറ്റ് നീതി പുലർത്തിയോ എന്ന് വെച്ചാൽ പറയാൻ പറ്റില്ല. കാരണം പടത്തിൽ പോരായ്മകളും എല്ലാം ഉണ്ട്. ഇളയ ദളപതി എന്നല്ല, നമ്മുടെ മുഖ്യമന്ത്രിയുടെ പടം. വിജയ് ആരാധകരുടെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഇതാ ജനനായകൻ തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രി ആയ ശേഷം എത്തുന്ന ആദ്യത്തെ സിനിമ കൂടിയാണ് ജനനായകൻ. അവസാന സിനിമ എന്ന് പറയപ്പെടുന്നതുകൊണ്ട് തന്നെ ആരാധകർക്ക് സ്പെഷ്യൽ ആയിരിക്കും ജനനായകൻ. നമുക്ക് എന്തായാലും ആരാധകരോട് ചോദിക്കാം, പ്രേക്ഷകരോട് ചോദിക്കാം സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. എങ്ങനെയുണ്ടായിരുന്നു പടം? അടിപൊളി. തങ്കമ്മേ തലപതി ബ്ലാസ്റ്റ് ബ്ലാസ്റ്റ്. എന്താണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ലാസ്റ്റ് ഫിലിമിന് എന്ത് ഇഷ്ടപ്പെടണം? തലപതി വന്നാൽ തന്നെ പിന്നെ ബ്ലാസ്റ്റ് ആണ്. പൊളിച്ചു. സൂപ്പർ സൂപ്പർ ഡൂപ്പർ ഹിറ്റ്. പക്ക വിജയ് മാസ് പടം തന്നെയാണ്. മാസ് എന്ന് പറഞ്ഞാൽ പോരാ, മാസിന് ഹൈ. ജനനായകനല്ല, ജന ടോർച്ചർ എന്ന് വേണം പറയാൻ. ആ അവസ്ഥയിലായി പോയി. ഫസ്റ്റ് ഒക്കെ ഇല്ല, ഭയങ്കര വിളിയൊക്കെ തൊണ്ടേ കടഞ്ഞു പോയി. വിജയ് ഫാൻസിൽ ആഘോഷിക്കാനുള്ള ലെവലിൽ വന്ന പടമാണ്. സെക്കൻഡ് ഹാഫ് ഒക്കെ ആയപ്പോൾ വേസ്റ്റ് ആയി. എങ്ങനെ ഉറക്കാന്ന് തീരുമാനിച്ചു. വെറും സിനിമ നിർത്തി പോയത് തന്നെയാണ് നല്ലത്. ലാസ്റ്റ് സിനിമയില് മക്കൾക്ക് വേണ്ടിട്ട് இந்த ഒരു പടം കണ്ട മക്കളൊക്കെ ഇത് കണ്ടിട്ട് എല്ലാരും ഒരേപോലെ കണ്ടു. നല്ല സൂപ്പർ പടം. സൂപ്പർ சொல்ல வேணாம். സൂപ്പർ. റിയൽ ഹീറോ ഇന്ത്യ ഹിസ്റ്ററി. നല്ല പടമായിരുന്നു. ബട്ട് തലപതിയുടെ പഴയ കാലത്ത് ആ പടത്തിന്റെ ആ ഒരു ഇതുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. ഫ്യൂച്ചറിലത്തേക്കും കൂടെ വേണ്ടിയിട്ട് പുള്ളി ചെയ്തിട്ട് എന്തൊക്കെ പോയതുപോലെയാണ്. ബട്ട് സ്റ്റിൽ തലപതി പടം ഈസ് ഓൾവേസ് തലപതി പടം. എല്ലാവർക്കും നല്ല സന്തോഷമായിട്ട് വന്ന് കാണാൻ പറ്റുന്ന നമ്മുടെ വിജയുടെ ഇളയ ദളപതി എന്നല്ല, നമ്മുടെ മുഖ്യമന്ത്രിയുടെ പടം. Tamil CM have given the statement clear that democracy has came across and 1.2 crores people കണ്ടാലും ശരി കണ്ടില്ലെങ്കിലും ശരി ഇത് ഇവിടെ കടന്ന് പൊളിക്കാൻ പോവാണ്. തിയേറ്ററുകൾ കടന്ന് പൊളിക്കാൻ പോവാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ ആക്ച്വലി ഒരു പ്രസക്തിയില്ല. ആക്ച്വലി ഒരു ഫെയർവെൽ പടം കാണാൻ പോകുന്ന ഒരു പ്രതീതിയിൽ വന്ന് കാണണമെന്ന് തന്നെയാണ്. സൂപ്പർ സൂപ്പർ അടിപൊളി പടം. തളപതിയുടെ പടം സൂപ്പർ അല്ലാതിരിക്കോ? കുറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ജാനുവരിയിൽ റിലീസ് ആവുന്നത്. പക്ഷെ ഇപ്പൊ CM ആയിട്ട് കാണാൻ പറ്റില്ല പടം. விஜயோட எல்லா மாஸ் எலமெண்ட்ஸும் எல்லாமே கரெக்டாக கவராக இருக்கு. ஃபர்ஸ்ட் ஹாஃப் இட்ஸ் அ பிட் லேகிங் இருக்கு, ஆனாலும் அந்த மாஸ் அந்த கியூட்னஸ் எல்லாமே இருக்கு. அண்ட் இதுக்கு முன்னாடி பல பொலிட்டிக்கல் மூவிஸ் வந்திருந்தாலும் இது வந்து தாட் ப்ராசஸிங் மூவி. லாஸ்ட் ஒரு நிமிஷம் ரொம்ப எமோஷனல் ஆகி விட்டாங்க. லாஸ்ட் டைம்னு சொல்லவே முடியல, ரொம்ப எமோஷனல் ஆகுது. தளபதி மூவினா தளபதி மூவி தான், அதுல எந்த மாற்றமும் இல்லை. இந்த மூவி வந்து May 4th முன்னாடியே ரிலீஸ் ஆன மூவி, ஓகேங்களா? அதுக்கு முன்னாடியே என் தலைமை இவ்வளவு கிளியரா ஸ்டேட்மெண்ட் கொடுத்திருக்காரு, நான் தான் அடுத்து வருவேன் அப்படின்ற மாதிரி. இவ்வளவு ஒரு கெத்து, இவ்வளவு ஒரு ஸ்டேட்மெண்ட் படம் மூவிக்கு முன்னாடியே இவ்வளவு வந்து கொடுத்திருக்காருன்னா அது என் தளபதினால மட்டும்தான் முடியும். இது லாஸ்ட் மூவி தான், பட் இருந்தாலும் அடுத்த தளபதி தான், தமிழ்நாட்டு ഫുള്ള് അവർ தான். കംപ്ലീറ്റ് നീതി പുലർത്തിയോ എന്ന് വെച്ചാൽ പറയാൻ പറ്റില്ല. കാരണം പടത്തിൽ പോരായ്മകളും എല്ലാം ഉണ്ട്. പക്ഷെ കുറെ മാസ് രംഗങ്ങളുണ്ട്. അണ്ണന് ലാസ്റ്റ് ആയിട്ട് ഒരു പടത്തിൽ കാണുന്ന ഒരു ഫീല് ഭയങ്കര ഹാപ്പിനെസ് ആണ്. ഫസ്റ്റ് ലാഗ് ഉണ്ട്, ചെറിയ ഒരു ലാഗ് ഉണ്ട്, പക്ഷെ കഥയ്ക്ക് വേണ്ടിയുള്ള ലാഗാണ്. അതിനുശേഷം ദ ഫൈറ്റ് സീക്വൻസ് has smashed the screens. Fight which came across everything. So the script, everything that was good. വെയിറ്റ് ചെയ്തതിൽ ഒരു നല്ലൊരു സിനിമയെന്ന് പറയുമ്പോൾ ഇതാണ് ജനനായകന്റെ ഒരു ഇത്. പടം കമേഴ്ഷ്യലായിട്ട് കൊള്ളാം, പക്ഷെ ഒരു അവസാനത്തെ 15 മിനിറ്റ് നമ്മളൊരു പഴയ വീഡിയോ ഒക്കെ ഇട്ട് കരയിപ്പിച്ചു. സിനിമ ഇഷ്ടപ്പെട്ടോ? നല്ല പടം. വിജയുടെ എങ്ങനെയാണ്? വിജയിന്റെ എങ്ങനെയുണ്ടായിരുന്നു? വിജയ് അവസാന സിനിമ എന്നൊക്കെയാ പറയുന്നത്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? അതുകൊണ്ടാണല്ലോ കാരണം എന്റെ നിർബന്ധിച്ച് വന്നത്. ഫസ്റ്റ് റിലീസിന് അന്ന് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു, അപ്പോൾ വരാൻ പറ്റില്ല, ഭയങ്കര വിഷമായിരുന്നു. ഇപ്രാവശ്യം അമ്മമ്മയെ കൊണ്ടുവരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, കൊണ്ടുവന്നു. വിജയ് ഫാൻ ഗേളാണോ? നമ്മൾ സിനിമ ഫാനാണ്.